Guys, today we are going to play against intermediate bots. Okay guys, ഞാൻ ഇന്നലെ നെൽസനെ കളിച്ച് ജയിച്ചായിരുന്നു. ഇന്ന് ആദ്യം മരിയ. We are going to play against Maria. Okay, 700 ആണിത്, 1000. ഞാൻ സബ്സ്ക്രിപ്ഷൻസ് എടുത്തിട്ടില്ല. ബാക്കിയുള്ളവരെ മാക്സിം, ഹാൻസ്, ലോറ, എമീർ. എമീറിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെൽസൺ. അഡ്വാൻസ് റോബോട്ടിനെ നമുക്ക് ഇനി അടുത്ത കളിക്കണം. ലീ. പിന്നെ ഫ്രാൻസിസ്. 2000 ആണ് ഗൈസ്. പിന്നെ അത്ലീറ്റ്സിനൊക്കെ ഒന്നും പറയേ വേണ്ട. അവർക്കൊക്കെ നമുക്ക് തോപ്പിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ മര്യാദ നോക്കാം. വൈറ്റാണ്. E4 സ്റ്റാൻഡേർഡ് ഓപ്പണിങ്. E5 നൈറ്റ്. We develop attacking the center. Is that a blunder? അതൊരു ബ്ലണ്ടറാണ് ഗൈസ്, അതോ ടാക്ടിക്സ് ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്കാ ബ്ലണ്ടറോടെ. ഇതൊക്കെ ഏത് ലോകം. Wait guys, white. നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. നല്ല വല്ലാത്ത ബ്ലണ്ടറായിരുന്നു ഗൈസ് അത്. നമുക്ക് നോക്കാം, നമുക്ക് ക്യൂവിനെ പിൻ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. It didn't work. നമുക്കിനടുത്ത് നൈറ്റിനെ പറ്റി ഒന്ന് എടുക്കാം. നൈറ്റിനെ എടുക്കാൻ നമുക്ക് നമ്മുടെ വീക്ക് ബിഷപ്പിനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവരുടെ വീക്ക് ബിഷപ്പിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ബ്ലോക്ക് ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കിങ്ങിനെ നീക്കി. യെസ് കേസ്, കിങ്ങിനെ നീക്കിയായിരുന്നു. നമുക്ക് എന്തായാലും റുക്കിനെ കണക്ട് ചെയ്യണം. അപ്പം ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും, റുക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ ഗായ്സ്, നമ്മളിങ്ങോട്ട് നീങ്ങുന്നു. വാട്ട് എ പിൻ. നമുക്ക് ഈ റുക്കിനെ എടുക്കണം, ആ റുക്കിനെ എടുക്കണം. ഇത് കുറച്ചുകൂടെ ആക്റ്റീവ് റുക്കായിരുന്നു, ഇതിനെടുക്കാം. അടുത്തത് ഐ തിങ്ക് മരിയ ഈസ് നോട്ട് 1000. അത്രയ്ക്കുള്ളതായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. ഒരു ചെക്ക് കൊടുക്കാം. മാക്സിമം ഒന്ന് പോൺ അഡ്വാൻറ്റേജ് എങ്കിൽ പോൺ അഡ്വാൻറ്റേജ്. ഞങ്ങൾക്ക് ചറവറ ചെക്കായിരിക്കും. ചെക്ക് മേറ്റ്. അപ്പം നമ്മൾ മരിയ ബോട്ടിനെ നമ്മൾ ചെക്ക് മേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ബോട്ട്. അടുത്ത നമുക്ക് മാറിപ്പോയി. ഇതിലേക്ക് ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് കട്ടപ്പെട്ടാണ് ഞാൻ ജയിച്ചുകൊണ്ടിരുന്നത്. E4. ഇത് പിന്നെ സ്റ്റാൻഡേർഡ്. നമുക്ക് ഇറ്റാലിയൻ കളിക്കാം. പോപ്പുലർ ഓപ്പണിങ്. ഇറ്റാലിയൻ അക്സെപ്റ്റഡ്. I think this is better move. ഇനി സെൻറ്ററിനെ അറ്റാക്ക് ചെയ്ത ടേക്സ് കുറച്ചുകൂടെ
കുറച്ചുകൂടെ അറ്റാക്കിങ് ആവണം. അപ്പം നമുക്കിവിടെ നമ്മുടെ അത്ര വരെ വെച്ച് നിർത്തണ്ട. നമ്മുടെ സെൻറ്റർ പോവും. നമുക്ക് നമ്മുടെ ബിഷപ്പിനെ ഓപ്പൺ ചെയ്യാം. പിൻ ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഓ എൻ്റെ മോനെ, ഓ സീൻ, ഐ ലൈക്ക് ദിസ് ഗൈസ്. ഒരു പാറ്റേൺ പോലെ കറക്റ്റ് ഒരു ഇതുപോലെ ശ്രദ്ധിച്ചു നോക്ക് ഗൈസ്. 2 കിങ് കാസിൽ, കിങ്ങും 2 ഒരേ ഇതിൽ, റുക്കും ഇതും 1, ഇത്രയും എല്ലാം ഒരേപോലെ. കൊള്ളാം ഗൈസ്. ഈ പൊസിഷൻ സിമെട്രിക്കൽ ആയതുകൊണ്ട് മാത്രം. ടേക്ക്. Attacking is a queen. നമുക്കിനി സെൻറ്റർ അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കും. ഇപ്പോഴും വീക്കാണ് നമ്മൾ. വി ആർ വീക്ക്. നമുക്ക് അടുത്ത നൈറ്റിനെ എടുക്കുമായിരിക്കും. എടുക്കാം. നമുക്ക് സെൻറ്റർ വേണം ഗൈസ്. സെൻറ്റർ ഇല്ലെങ്കിൽ ബമ്പറില്ല. കിക്ക് ചെയ്യാം. കറക്റ്റ് അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേ. ഓ അവനിപ്പോൾ ഒരു ബിഷപ്പ് അപ്പാണ്. നോ പ്രോബ്ലം. I think we can manage. ഇങ്ങനത്തെ ചില ബ്ലണ്ടേഴ്സ് ഉണ്ട്. Why bro play that? I have no idea. Open up. Yeah bro, a blunder. BM, definition of BM. ഞാനിനി വല്ല ബ്ലണ്ടറെല്ലാം അടിക്കും ദൈവത്തിന് അറിയാം. ഒരു കാര്യം ചെയ്യാം. പുഷ് ചെയ്താൽ കൊള്ളാം. എന്നാൽ വി ക്യാൻ ടേക്ക്. ഡിഫെൻഡ്. എന്തെടുക്കും? അറ്റാക്ക്. സെൻറ്റർ പോണ്ട. നമുക്ക് അറ്റാക്ക് ചെയ്തോളാം. ഓ ഫുള്ള് കട്ടക്കളിയാണ്. കട്ടക്കളി. ചെക്ക് എടുത്തില്ലേ? അതെന്താ ചെക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതൊരു കുറച്ച് 2 ക്വീൻ വന്നപ്പോഴത്തേക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. Yeah, obviously easy win. Okay guys, we also beat Sven, so
ഫ്രീ ആയിട്ടുള്ള അഡ്വാൻസ് പോണിനെ എല്ലാവരും നമ്മൾ ഇന്റർമീഡിയറ്റ് പോണിനെ നമ്മളെല്ലാവരും തോപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും